ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഒരു ഡോക്യുമെൻ്ററി പോലെ ഇവിടെ എൻ്റെ തറവാട് അമ്പലം പിന്നെ അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ ആൻഡ് ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റിൽ പറയണേ. എൻ്റെ തറവാട് പാലക്കാട്ടിൽ പർലി പറഞ്ഞ ഒരു സ്ഥലത്തിലാണ്. എൻ്റെ തറവാടിൻ്റെ പേര് മന്നിരപ്പുലി ഇൻ എടത്തറ. സോ അവിടെ 5 നായർ തറവാട് ആണ് ചേർന്നിട്ടാണ് ഉള്ളത്. ബട്ട് അതിൽ മന്നിരപ്പുലി പറഞ്ഞ ഒരു തറവാട്. ഞങ്ങളുടെ ഈ തറവാട് ആ ഏരിയയിൽ വെരി വെരി ഫേമസ് റോയൽ ഫാമിലിയാണ്. ഞങ്ങൾക്ക് കൈമൽ സ്ഥാനമുണ്ട്, പിന്നെ പെണ്ണുങ്ങൾക്ക് ഭയങ്കരമ്മ പറയുന്ന ഒരു സ്ഥാനമുണ്ട്. തറവാടൊക്കെ കുറേ വർഷങ്ങൾ മുമ്പേ അത് സെയിൽ ഔട്ടായി. പക്ഷെ ഞങ്ങൾ ഈ അമ്പലം നന്നായിട്ട് നടത്തും. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ അമ്പലം എല്ലാ പൂജകളും ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും പിന്നെ വർഷങ്ങൾക്കുള്ള ആ പൂജയും. ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രി. ഇത് ആക്ച്വലി അയ്യപ്പൻ ക്ഷേത്രമാണ്. ഇത് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന മണ്ഡല മാസത്തിലാണ്. സോ എല്ലാ 41 ഡേയ്സും അതിൻ്റെ ഉള്ള വിളക്ക് വെക്കും, ചുറ്റുവിളക്ക് വെക്കും. കഴിഞ്ഞ കൊല്ലമൊക്കെ രാത്രിയാണ് ചെയ്തത്. പക്ഷേ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇക്കൊല്ലം മോർണിംഗിന് അത് ഷിഫ്റ്റായി. So 41 ഡേയ്സും 41 മെമ്പേഴ്സ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ ചുറ്റുവിളക്ക് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഈ അയ്യപ്പൻ ക്ഷേത്രത്തിൽ കോമ്പൗണ്ടിൽ തന്നെ മച്ചുണ്ടുള്ള ദേവി അമ്പലം, ഇത് ഞങ്ങളുടെ പരദേവിയാണ്. ഇവിടെ ഞങ്ങൾ പ്രതിഷ്ഠാ ദിനം നടക്കാറുണ്ട് ഈ മീനമാസത്തിൽ. ഇതാണ് ഞങ്ങളുടെ പരദേവ. ഞാൻ അമ്പലത്തിൻ്റെ അകത്തൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ സറൗണ്ടിങ്സ് മാത്രം എടുത്തു. ബിക്കോസ് അത് എടുക്കാൻ പാടില്ല പറഞ്ഞു, അതുകൊണ്ട്. പിന്നെ ഈ ദേവി അമ്പലത്തിൻ്റെ തൊട്ട ഇപ്പുറത്ത് തന്നെ സർപ്പക്കാവ്, ദറ്റ് ഇസ് സ്നേക്ക് ഗോഡ്. ഇവിടെയും ഞങ്ങൾ ഈ കന്നിമാസത്തിൽ ആയില്യം പൂജ ഞങ്ങൾ നടത്താറുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ തറവാടിൻ്റെ അമ്പലം. ഇത് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റിലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇത് അപ്പുറത്തൊക്കെ പാഡി ഫീൽഡാണ്. നല്ല ഐശ്വര്യമുള്ള അമ്പലമാണ് ഇത്. ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് തൊഴുകാതെ ഞാൻ പോവാറില്ല. ഒരു പക്ഷെ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം, ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ, ഇങ്ങനത്തെ ഒരു അമ്പലം ഒക്കെ കാണാൻ പറ്റുമോ എന്ന് ഒരു ഓർമ്മയിൽ ഞാൻ ഈ ഡോക്യുമെൻ്ററി ഇവിടെ എൻഡ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.